സച്ചിൻ ആൻഡ് ശില്പ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സ്കോട്ട്ലൻഡിൽ ഒരു പിരമിഡ് ഉണ്ടെന്ന് കേട്ടു, ഒരു സീക്രട്ട് പിരമിഡ്. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മൈൽസ് ദൂരെയാണ്, ഏതാണ്ട് ഒരു 2 hours 25 minutes എടുക്കും. അപ്പോൾ നമ്മൾ ആ വഴിക്ക് പോണ വഴിക്കാണ്. അപ്പോൾ നമ്മൾ ഗ്ലെൻഷി എന്ന് പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ അടുത്ത് നിർത്തിയതാണ്. അപ്പോൾ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലിയാണ്. ഇവിടെ കുറച്ച് മലേൻ്റെ മുകളിൽ കുറച്ച് സ്നോ കാണാം, അധികമൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊരു നല്ലൊരു രസമുള്ളൊരു വാലി കണ്ടപ്പം നമ്മൾ നിർത്തിയതാണ്. വളരെ അടിപൊളി ഒരു സ്പോട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഗ്ലെൻഷി സ്കീയിങ് സെൻറ്ററിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മുടെ റോഡ്. അപ്പോൾ അവിടെ നമ്മളൊന്നുകൂടി സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ പിരമിഡ്. അപ്പോൾ ഈ പിരമിഡിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല, അതായത് അടുത്തൊരു പാർക്കിങ്ങോ അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ഒരു കാസിലിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു 1.2 മൈൽസ് നടന്നു പോകും. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത പോയിന്റിലെത്തിയിരിക്കുകയാണ്, അതായത് ഗ്ലെൻഷി സ്കീയിങ് സെൻറ്ററിൻ്റെ റോപ്പ് വേ തുടങ്ങുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കുറച്ച് പാർക്കിംഗ് ഉണ്ട്, ഒരു ചെറിയൊരു കഫേ ഉണ്ട്. പിന്നെ 2 വശത്തേക്കും ഇവിടുന്ന് നമ്മുടെ റോപ്പ് കാർ പോകുന്നുണ്ട്. ഒരു സൈഡിലുള്ള മലയിലേക്ക് അങ്ങോട്ടും, പിന്നെ അതാ ഈ കാണുന്ന ഈ റോപ്പ് വേ ഈ സൈഡിലുള്ള മലയിലേക്കും. അപ്പോൾ ഇത് ഇപ്പം ആക്ച്വലി മുകളിൽ ഐസില്ല, പക്ഷേ റോപ്പ് വേ മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ആ ഒരു ടോപ്പ് സൈറ്റ് കാണാൻ വേണ്ടി. പക്ഷേ ആക്ച്വലി സ്കീയിങ് ഒന്നും നടക്കുന്നില്ല. ഞാൻ സൈറ്റിൽ നോക്കിയപ്പോൾ സ്കീയിങ് ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്, പക്ഷേ ഐസില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ അത് കയറുന്നില്ല. ഇനി അടുത്തൊരു വിൻ്ററിൽ ഇവിടെ എന്തെങ്കിലും തിരിച്ചു വരണം, കാരണം കാണേണ്ട ഒരു സ്പോട്ടാണെന്ന് പല സ്ഥലത്തും ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത മെയിൻ സ്പോട്ട്, അതായത് നമ്മുടെ ആ കാർ പാർക്കിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ കാർ പാർക്കിങ്ങിലേക്ക് നമ്മൾ പോകുന്നത്. പിന്നെ അവിടെ നമ്മൾ നടന്നു പോകും. ഓൾറൈറ്റ്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തെത്തിയിട്ട് കാണാം. ഓൾറൈറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ബൽമോറൽ കാസിലിൻ്റെ കാർ പാർക്കിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കാസിൽ നമ്മളിപ്പോൾ പോകുന്നില്ല, നമ്മുടെ മെയിൻ ഉദ്ദേശം പിരമിഡ് കാണാനുള്ളതുകൊണ്ട്. ഇൻ കേസ് ഇപ്പോൾ പിരമിഡ് കണ്ട് ടൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബൽമോറൽ കാസിൽ കയറും, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ ഇവിടുന്ന് ഇനിയൊരു 1.2 മൈൽസ് നമ്മൾ നടക്കണം. അപ്പോൾ നമ്മൾ നടക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അതിന് മുന്നേ കുറച്ച് സ്നാക്സൊക്കെ തിന്ന്, കാരണം ഇത് നടന്ന് തിരിച്ചു വരുമ്പോഴേക്കും ലഞ്ച് ടൈമൊക്കെ കഴിയും. അപ്പം വിശപ്പ് ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ തിന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം എന്നാൽ നമുക്ക് ഇനി നടക്കുന്ന വഴിയിൽ വെച്ച് കാണാം. ഈ ഒരു സ്പോട്ടിലെത്തി, ഒരു എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് എത്തി. ഇനി അങ്ങോട്ട് റോഡില്ല, പകരം നമ്മൾ കാട്ടിനുള്ളിൽ കൂടെ ഒരു ചെത്തിയ വഴിയിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ ബാക്കിൽ കാണാം ആ ഒരു വഴി. അപ്പോൾ നമ്മൾ ആ വഴിയിലേക്ക് കയറാൻ പോവാണ്.
ഇടയ്ക്ക് ഒരു ചെറിയ പിരമിഡ് കണ്ടു. അപ്പോൾ അത് കറക്റ്റ് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കണം. അത് ഞാൻ കണ്ടിരുന്നു, ഇതിൻ്റെ പറ്റി നെറ്റിൽ സെർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടിരുന്നു അങ്ങനത്തെ ഒരു ചെറിയൊരു പിരമിഡ് ഉണ്ട്. അപ്പോൾ ഇനി ആ പിരമിഡ് കഴിഞ്ഞ് ആണ് നമ്മുടെ മെയിൻ പിരമിഡിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് നടന്നു. ഇപ്പോൾ ക്ഷീണിച്ചപ്പം ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അവരൊക്കെ ഓൾറെഡി എത്തിയിട്ട് തിരിച്ച് നടന്നിറങ്ങി വരുന്ന കാണാം. അപ്പം റൂട്ട് ഏകദേശം ഈ ഒരു പൈൻ ഫോറസ്റ്റിനുള്ളിൽ കൂടെയുള്ള ഒരു റൂട്ട് തന്നെയാണ്. നല്ല സ്ലിപ്പറിയാണ് റോഡ്, മഴയൊക്കെ പെയ്തിട്ടാന്ന് തോന്നുന്നു. പിന്നെ അട്ട പോലത്തെ ഒരു ജീവനെ കണ്ടു. അട്ടയല്ല എന്നാണ് വഴിയിൽ നിന്ന് വന്ന ഇംഗ്ലീഷുകാർ പറഞ്ഞത്. അപ്പോൾ ഇനി എത്ര ദൂരം ഉണ്ടെന്ന് നമുക്ക് ആക്ച്വലി ഇതിൽ പെടുത്തില്ല. ഇറങ്ങി വന്ന ഒരാൾ പറഞ്ഞത് 0.5 മൈൽസ് നടക്കാനുണ്ടെന്നാണ്. പക്ഷേ ഏതാണ്ട് 0.5 മൈൽസ് ആയി. അപ്പോൾ കയറി നോക്കാം. അങ്ങനെ ഗായ്സ് ഞങ്ങൾ മുകളിലെത്തി. നേരെ ബാക്കിൽ കാണുന്നതാണ് ആ പിരമിഡ്. നമ്മൾ ഈജിപ്തിൽ കാണുന്ന പിരമിഡിന് അത്രയും വലുതൊന്നുമല്ല, ചെറിയൊരു മിനിയേച്ചർ വേർഷൻ. ഓക്കെ, അപ്പോൾ ഇത് ഈജിപ്തിൽ പിരമിഡ് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയാണ്. അപ്പോൾ അതുകൊണ്ട് അത് അവർ ആ ഒരു സ്ട്രക്ചർ കോപ്പി അടിച്ചായിരിക്കും. അപ്പോൾ ഈ പിരമിഡ് ആക്ച്വലി പ്രിൻസ് ആൽബർട്ടിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ക്വീൻ വിക്ടോറിയ ഉണ്ടാക്കിയ പിരമിഡാണ് 1862. അപ്പോൾ നമുക്കതിൻ്റെ അടുത്തേക്ക് പോയി നോക്കാം. ഫൈനലി ഈ പിരമിഡിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ എൻ്റെ ബാക്കിലാണ് പിരമിഡ് ഇരിക്കുന്നത്. അപ്പം ഏകദേശം കാണാൻ നല്ല രസമുണ്ട്, കാരണം ഇതിൻ്റെ സ്പോട്ട് നല്ല രസമാണ്. അതിൻ്റെ ബാക്കിലൊരു വാലി പോലെ കാണാൻ പറ്റും. അപ്പം ആ ഒരു എഡ്ജിലാണ് ഈ പിരമിഡ് ഇരിക്കുന്നത്. എന്നാലും കൊള്ളാം, നല്ലൊരു സീക്രട്ട് സ്പോട്ട് എന്നൊക്കെ പറയാൻ പറ്റും. കാരണം അതിൻ്റെ ഒരു വഴിയും നമ്മൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വൺ ടൈം വിസിറ്റിനുള്ളൊരു സംഭവം ഉണ്ട് അത്.